ക്രിസ്തുയേശുവിലേവർക്കും സ്നേഹവന്ദനം. ചുറ്റാൾ മാർത്തോമായ യുവജനസഖ്യത്തിനെയും പെരുമ്പട്ടി മാർത്തോമായ യുവജനസഖ്യത്തിനെയും ആഭിമുഖ്യത്തിൽ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്ന നോമ്പ് ധ്യാനത്തിലേക്ക് സ്വാഗതം. ഇന്ന് ലോകമെമ്പാടും പെസഹ പെരുന്നാൾ കൊണ്ടാടുന്ന ദിവസമാണല്ലോ. മലങ്കര മാർത്തോമാ സുറിയാനി സഭയായി വിശുദ്ധ കുർബാന ദൈവിക രക്ഷാപദ്ധതിയുടെ ആഘോഷം എന്ന ചിന്തയാണ് ഇന്ന് ചിന്തയ്ക്ക് ധ്യാനത്തിന് ആധാരമായി എടുത്തിട്ടുള്ളത്. അതിനുമായി ആ ഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് 3 ചെറിയ ചിന്തകൾ പങ്കുവയ്പ്പാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒന്ന്, പെസഹ ഈസ് ദ സെലിബ്രേഷൻ ഓഫ് റിമംബ്രൻസ്. പെസഹ എന്ന് പറയുന്നത് ഓർമ്മയുടെ ആഘോഷമാണ്, ഓർമ്മയുടെ ഉത്സവമാണ്. മിസ്രയീമിൽ നിന്നുള്ള അടിമത്തത്തിൽ നിന്നുള്ള ദൈവജനത്തിൻ്റെ വിടുതലിനെയാണ്, അതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് പെസഹ. അതോടൊപ്പം തന്നെ ദൈവത്തിൻ്റെ ആഹ്വാനപ്രകാരം കട്ടിളക്കാലിന്മേലും കുറുമ്പടിമേലും തളിക്കപ്പെട്ടതായ രക്തം സംഹാരദൂതനെ അകറ്റിയതിൻ്റെ ഓർമ്മ കൂടിയാണ് ഇത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. പെസഹായുടെ പശ്ചാത്തലത്തിൽ ക്രിസ്തു പഠിപ്പിക്കുന്ന ഈ വിശുദ്ധ കുർബാന ക്രിസ്തു നമ്മെ നേടിയെടുക്കുന്നതായ വിടുതലിൻ്റെ അനുഭവം, വിടുതലിൻ്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ പെസഹ എന്ന് പറയുന്നത്. വിശുദ്ധ കുർബാനയിൽ ക്രിസ്തു പറയുകയാണ്, ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീനെന്ന്. ഓർമ്മപ്പെടുത്തലിൻ്റെ നിരന്തരം നമ്മെ ഓർമ്മപ്പെടുത്തുന്നതിൻ്റെ അനുഭവമാണ്. അവൻ നടത്തിയ വിധങ്ങളെക്കുറിച്ച് ഓർക്കുവാൻ, നടത്തിയ ദൈവത്തെക്കുറിച്ച് ഓർക്കുവാനുള്ള ഒരു അനുഭവമാണ്. രണ്ടാമത്, പെസഹ ഈസ് എ സെലിബ്രേഷൻ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്, അല്ലെങ്കിൽ താങ്ക്സ് ഗിവിംഗ് എന്ന് പറയാം. ഇറ്റ് ഈസ് എ സെലിബ്രേഷൻ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. ഇത് നന്ദി കരയേറ്റലിൻ്റെ അനുഭവമാണ്. തലമുറയായി ദൈവം നടത്തിയ വിധങ്ങളെക്കുറിച്ച് നന്ദിയോടെ ഓർക്കുന്നതിൻ്റെ അനുഭവത്തെക്കുറിച്ച് പെസഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വിശുദ്ധ കുർബാനയും അങ്ങനെ തന്നെയാണ്. ഗ്രീക്കിൽ വിശുദ്ധ കുർബാനയ്ക്ക് പകരം ഉപയോഗിക്കുന്ന വേർഡ് യൂക്രിസ്റ്റ് എന്നുള്ള വേർഡാണ്. യൂക്രിസ്റ്റോ എന്ന പദം ഗിവ് താങ്ക്സ് എന്നാണ്. കർത്താവ് അപ്പം എടുത്ത് വാഴ്ത്തി എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ പറയുന്നത് ഗിവ് താങ്ക്സ്, ദൈവത്തിന് നന്ദി കരയറ്റുവാൻ. നമ്മുടെ ജീവിതത്തിൽ കൂടെ ഈ പെസഹായിൽ തലമുറയായി ആ നന്ദി കരയറ്റൽ തുടരുന്നത് പോലെ, ആ സ്തോത്രം കരയറ്റൽ തുടരുന്നത് പോലെ, ഓരോ വിശുദ്ധ കുർബാനയിലും ദൈവത്തിനുള്ള നന്ദി കരയറ്റൽ കൃതജ്ഞതാ മനോഭാവമാണ്. ഗ്രാറ്റിറ്റ്യൂഡ് ഈസ് ദ ബെസ്റ്റ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നന്ദിയോടെ, കുറച്ചുകൂടെ നന്ദി എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ മെച്ചമായി ജീവിക്കുവാനുള്ള പ്രേരണയാണ് അത് നൽകുന്നത്. അതുകൊണ്ട് പെസഹ ഈസ് ഓൾസോ ദ സെലിബ്രേഷൻ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്, അല്ലെങ്കിൽ താങ്ക്സ് ഗിവിംഗ് എന്ന് പറയാം. മൂന്നാമത് പറയുവാൻ ആഗ്രഹിക്കുന്നത്, പെസഹ ഈസ് ഓൾസോ ദ സെലിബ്രേഷൻ ഓഫ് ഫെലോഷിപ്പ് ഓ ഷെയറിങ് എന്നുള്ളതാണ്. പെസഹ എന്ന് പറയുന്നത് ഒരു കൂട്ടായ്മയുടെ ഉത്സവമാണ്, ആഘോഷമാണ്. പഴയ നിയമത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുകയാണ്, ആട്ടിൻകുട്ടിയെ എടുക്കുമ്പോൾ വീട്ടിലുള്ളവർ പോരാതെ വരികയാണെങ്കിൽ അടുത്തുള്ള അയൽക്കാർ കൂടി ചേർന്ന് ആട്ടിൻകുട്ടിയെ എടുക്കണമെന്നാണ്. അതൊരു കൂട്ടായ്മയുടെ മേശയാണ് അവിടെ ഒരുക്കി തരുന്നത്. കൂട്ടായ്മയുടെ അനിവാര്യതയെ അവിടെ കാട്ടിത്തരുന്നു. വിശുദ്ധ കുർബാനയിലേക്ക് കടന്നു വരുമ്പോൾ ക്രിസ്തുവും ഒരു കൂട്ടായ്മയുടെ അനുഭവമാണ് നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നത്. അവിടെ പറയുകയാണ്, നുറുക്കപ്പെട്ട ശരീരത്തിൽ കൂടെയാണ് അവിടെ ഈ സഭ ചേർക്കപ്പെട്ടിരിക്കുന്നതെന്നുള്ള ഓർമ്മയാണ്. കൂട്ടായ്മ അനുഭവം നുറുക്കത്തിൻ്റെ അനുഭവമാണ്. അവൻ അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കി നൽകി എന്നാണ് പറയുന്നത്. അപ്പോൾ കൂട്ടായ്മ എന്ന് പറയുന്നത് ഒരു നുറുക്കപ്പെടലിൻ്റെ അനുഭവമാണ്. നമ്മുടെ സഭയെക്കുറിച്ച് നമുക്ക് പറയുവാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു നിർവചനമെന്ന് ഞാൻ വിശ്വസിക്കുന്നത് നുറുക്കപ്പെട്ട ശരീരത്തിൽ കൂടെ ചേർക്കപ്പെട്ട സഭ എന്ന് തന്നെയാണ്. അപ്പോൾ കൂട്ടായ്മ അനുഭവങ്ങൾ ദൃഢമാകണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നുറുങ്ങലിൻ്റെ അനുഭവങ്ങൾ, മുറിക്കപ്പെടുന്നതിൻ്റെ അനുഭവങ്ങൾ ഉണ്ടാകണം. മൂന്നാമത് ഞാൻ പറയുവാൻ ആഗ്രഹിച്ചത്, പെസഹ ഈസ് എ സെലിബ്രേഷൻ ഓഫ് ഫെലോഷിപ്പ് ഓർ ഷെയറിംഗ് എന്നുള്ളത്. പങ്കിടലിൻ്റെ അനുഭവങ്ങൾ നമ്മളുണ്ടാകണം. 3 ചെറിയ ചിന്തകളാണ് ഈ പെസഹ പെരുന്നാളിൽ ഞാൻ പറയുവാൻ ആഗ്രഹിച്ചത്. പെസഹ ഈസ് ദ സെലിബ്രേഷൻ ഓഫ് റിമംബ്രൻസ് എന്നുള്ളത്. പെസഹ ഈസ് ദ സെലിബ്രേഷൻ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് ഓർ താങ്ക്സ് ഗിവിംഗ് എന്നുള്ളത്. പെസഹ ഈസ് ദ സെലിബ്രേഷൻ ഓഫ് ഫെലോഷിപ്പ് ഓർ ഷെയറിംഗ് എന്നുള്ളത്. ദൈവമേ, ഇതൊരു ഓർമ്മയുടെ ഉത്സവമായി മാറുവാനായിട്ട്, നീ നടത്തിയ വിധങ്ങളെക്കുറിച്ച് ഓർക്കുവാനായിട്ട്, നീ നടത്തിയ വിധങ്ങളെക്കുറിച്ച് നന്ദിയോടെ ഓർക്കുവാനായിട്ട്, അല്പം കൂടെ കൃതജ്ഞതയോടുകൂടെ ഓർക്കുവാനായിട്ട്, നീ നടത്തിയ വിധങ്ങളെക്കുറിച്ച് നന്ദിയോടെ ഓർത്തുകൊണ്ട് കൂട്ടായ്മ അനുഭവത്തിൽ വളരുവാനായിട്ട് ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ പെസഹ ആ രീതിയിൽ ഏറ്റവും അനുഗ്രഹകരമായി തീരുവാനായിട്ട് നമുക്ക് ദൈവം നടത്തിയ വിധങ്ങളെ ഓർക്കുവാൻ, ദൈവം നടത്തിയ വിധങ്ങൾക്ക് സ്തോത്രം കരയറ്റുവാൻ, കൂട്ടായ്മ അനുഭവത്തിലും പങ്കിടലിലും മുന്നേറുവാൻ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. അതിനായി ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ശക്തീകരിക്കട്ടെ.